എൻ്റെ പേര് സുവർണ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്റർ അപർണ. ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2023 നവംബർ 29 ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, അതിന് ഒരു മാർഗമാണ് ഈശോ എന്ന് വിചാരിച്ച് വന്നവരല്ല. ഞങ്ങൾ ഹിന്ദുക്കളായെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈശോനെ മാതാവിനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ക്രിസ്ത്യൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അവൾ റൂമിലിങ്ങനെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവൾ എനിക്കും ഇതുപോലെ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു തരികയും ഈശോയുടെ ഫോട്ടോ എനിക്ക് തരികയൊക്കെ ചെയ്യും. അപ്പോൾ അവളെനിക്ക് 2 കുഞ്ഞ് ബൈബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ബൈബിൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ അവളെനിക്ക് ഈശോയുടെ ഫോട്ടോ തന്നു, അതും ഞാനിപ്പോൾ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് വെച്ച് എൻ്റെ നിയോഗം, ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു, ലോണ്, പലിശ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ കരകയറ്റണേ മാതാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അവർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്ര എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്? കാരണം ഞങ്ങളുടെ കടബാധ്യതകളുള്ളത് കൊണ്ട് കുറച്ചൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കുള്ള കടമെങ്കിലും തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മാക്സിമം ഒരു 70,000 രൂപ ഇത്രയേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാരമില്ല, അത്രയെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഒരു 4ാമത്തെ ദിവസമായി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയുണ്ട്? അപ്പോൾ പറഞ്ഞു 1.5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അവർ പറഞ്ഞത് മാക്സിമം ഒരു 70,000 രൂപയെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും നന്ദി. ഞങ്ങളുടെ ആ എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെയും കടം തീർക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊരു ആശ്വാസമായിട്ട് മാറി. അതുപോലെ തന്നെ ആ എമൗണ്ടിൽ നിന്നൊരു കുറച്ച് എമൗണ്ട് ഞങ്ങളുടെ വീടിനടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ അവരുടെ ഒരു ചിലവിനായിട്ട് ഞാൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ 2ാമത് ഞാൻ വെച്ച നിയോഗം എനിക്കൊരു ജോലിയായിരുന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ 2021 ഒരു സ്റ്റാഫ് നഴ്സ് DHS